Hi, welcome to English Literature Link. So, HSA English syllabus Module 8, Part B Module 8 Teaching English ആ സെക്ഷനിൽ തേർഡ് ആയിട്ട് വരുന്ന തിയറീസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിംഗും ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ് സീമിംഗ്ലി സെയിം മീനിങ് ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും രണ്ട് ടേംസും ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ് രണ്ട് ഫ്രേസസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ലാംഗ്വേജ് അക്വിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സ്വാഭാവികമായി നമ്മൾ ഭാഷയെ അസിമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് സബ് കോൺഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻറ്റ്യൂട്ടീവ് ഇൻ നേച്ചർ. അതേസമയം ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിൽ കോൺഷ്യസ് എഫേർട്ടോടുകൂടി ഡെലിബറേറ്റ്ലി നമ്മൾ എഫേർട്ട് എടുത്ത് ഭാഷ പഠിക്കുന്നതിനെയാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മാതൃഭാഷ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എഫേർട്ട് എടുത്ത് കോൺഷ്യസ്ലി ആണോ? അല്ല, അത് അക്വയർ ചെയ്തതാണല്ലേ. ആ ലിംഗ്വിസ്റ്റിക് പർട്ടിക്കുലർ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ, അതായത് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആയതുകൊണ്ട് തന്നെ വളരെ സബ് കോൺഷ്യസ് ആയും ഇൻറ്റ്യൂട്ടീവായും ആണ് മാതൃഭാഷ നമ്മൾ പഠിച്ചെടുത്തത്. അതേസമയം സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലോ ഇംഗ്ലീഷ് പോലുള്ള ഭാഷകളാണെങ്കിലോ കോൺഷ്യസ് എഫേർട്ടോടു കൂടി ഡെലിബറേറ്റ്ലി നമ്മൾ പഠിച്ചെടുത്തതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഏർലി ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ. പക്ഷേ ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് പുതിയൊരു ഭാഷ ലേൺ ചെയ്തെടുക്കാം. സോ ലാംഗ്വേജ് അക്വിസിഷൻ നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞു. ഫോർമൽ ഇൻസ്ട്രക്ഷനിലൂടെയാണ് ലാംഗ്വേജ് ലേണിംഗ് പോസിബിൾ ആവുന്നത്. ആപ്സ് വഴിയോ ക്ലാസ് റൂംസിലൂടെയെല്ലാം നമ്മൾ ഭാഷ പഠിക്കുന്നു, ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നു. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പോസിബിൾ ആണ്. ലാംഗ്വേജ് ലേണിങ്ങിലാണെങ്കിൽ ഗ്രാമാറ്റിക്കൽ റൂൾസ്, വെക്കാബുലറി എല്ലാം കോൺഷ്യസ് എഫേർട്ടോടുകൂടി പഠിച്ച് എടുക്കുന്നതാണ്. ഇനിയും ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേണിങ്ങുമായി ബന്ധപ്പെട്ട തിയറീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബിഹേവിയറിസ്റ്റ് തിയറി. ബി എഫ് സ്കിന്നറുടെ ബിഹേവിയറിസ്റ്റ് തിയറി ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഇവിടെ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ ഷേപ്പ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ലാംഗ്വേജ് ലേണിങ്ങിനെ കരുതുന്നത്. എങ്ങനെയാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ഇൻട്രാക്ഷൻസിലൂടെ. കുട്ടികൾ അവർ കേൾക്കുന്ന ശബ്ദങ്ങളെ, സ്പീച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇനീഷ്യലി ചിൽഡ്രൻ ലാംഗ്വേജ് അക്വിസിഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിംഗ് പോസിബിൾ ആവുന്നതെന്നാണ് പറയുന്നത്. ഈ അറ്ററൻസസിൽ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അറ്ററൻസസിൽ കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിനെ റിവാർഡ് ചെയ്യുന്നു, അറ്റൻഷൻ കൊടുക്കുന്നു. അതിൻ്റെ റിപ്പീറ്റേഷനെ, കറക്റ്റ് അറ്ററൻസസിൻ്റെ റിപ്പീറ്റേഷനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. ഇതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പ്രൈസിലൂടെ, അറ്റൻഷനിലൂടെയും റിപ്പീറ്റേഷൻ, കറക്റ്റായ അറ്ററൻസസിൻ്റെ കറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യുന്നു. അത് കറക്റ്റായത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നു സ്റ്റുഡൻസിനെ. ദെൻ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ മാത്രമല്ല കണ്ടീഷനിങ്ങിലൂടെയും ലാംഗ്വേജ് അക്വിസിഷൻ പോസിബിൾ ആവുന്നു. ദാറ്റ് മീൻസ് റിപ്പീറ്റഡായി ഫീഡ്ബാക്കിൽ കൊടുക്കുന്നു, റിപ്പീറ്റഡായി ആ ഒരു ലാംഗ്വേജിലേക്ക് എക്സ്പോഷർ നൽകുന്നു. അങ്ങനെ ചിൽഡ്രൻ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നു, അവരുടെ സ്പീച്ച് അവർ റിഫൈൻ ചെയ്യുന്നു. മാത്രമല്ല ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ കുട്ടികൾ ട്രയൽ ചെയ്തു, സംസാരിച്ച് നോക്കുന്നു അല്ലെ, വേർഡ്സും സൗണ്ടും വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ ലേണിംഗ് ഔട്ട്കംസ് പോസിബിൾ ആവുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയും കണ്ടീഷനിങ്ങിലൂടെയും റീഇൻഫോഴ്സ്മെൻറ്റിലൂടെയും എല്ലാം ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ പോസിബിൾ ആകുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന സമയത്ത് പാരൻസ് എന്ത് ചെയ്യുന്നു? ആ മിൽക്ക് അതെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ചൈൽഡ് അസോസിയേറ്റ് ചെയ്യുന്നു അല്ലേ, ഈ വേർഡ് ഇതുമായി ബന്ധപ്പെട്ടതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ആവശ്യം വരുമ്പോൾ. സോ ഇതാണ് എക്സാമ്പിൾ. ഇനി ഇത് ബിഹേവിയറിസ്റ്റ് തിയറി ഒരിക്കലും എങ്ങനെയാണ് പുതിയ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ചിൽഡ്രൻ എന്നൊന്നും പറയുന്നില്ല. അവർ കേൾക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അവരെങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, എങ്ങനെയാണ് നോവൽ സെൻറ്റൻസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പറയുന്നില്ല. മാത്രമല്ല സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ചോ അതിൻ്റെ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചൊന്നും ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രോസസ്സിനെ കുറിച്ചൊന്നും അത് അഡ്രസ്സ് ചെയ്യുന്നുമില്ല. സോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മറ്റേത് ബിഹേവിയറിനെ പോലെ ലേൺ ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് എന്നാണ് തിയറിസ്റ്റ് പറയുന്നത്. So let's move on to the next theory, that is nativist theory by Noam Chomsky. Noam Chomskyയുടെ nativist theory of language acquisition. Noam Chomsky ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്, nativist theory. He says that humans are born with an innate ability to learn language.
നമ്മൾ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. സോ നേറ്റീവിസ്റ്റ് തിയറി ഓഫ് ലാംഗ്വേജ് അക്യൂസിഷൻ നോം ചോംസ്കിയാണ് അത് ലേ ഡൗൺ ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് ലാംഗ്വേജ് അക്യൂസിഷന് വേണ്ടിയുള്ള ഒരു ഭാഷയെ അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇന്നേറ്റായ അല്ല ഇൻബോണായ ഒരു എബിലിറ്റി ഉണ്ട്. ജന്മന അതിനുള്ള കഴിവ്, ഭാഷ പഠിക്കാനും അക്വയർ ചെയ്യാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയ ഒരു കോൺസെപ്റ്റാണ് LAD അല്ലെങ്കിൽ ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ്. നോം ചോംസ്കി പറയുന്നത് ഹ്യൂമൻ ബ്രെയിനിൽ ഒരു ഓർഗനെ പോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻബിൽറ്റ് മെക്കാനിസം ഉണ്ട് എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഒരു മെൻ്റൽ ഓർഗൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ, അതായത് ഒരു ഇൻബിൽഡ് മെക്കാനിസം നോം ചോംസ്കി പറയുന്നു ഹ്യൂമൻ ബ്രെയിനിൽ ലാംഗ്വേജ് അക്യൂസിഷന് വേണ്ടിയുള്ള ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് തന്നെ ഭാഷ പഠിച്ചെടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ LAD എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ ഹ്യൂമൻ ലാംഗ്വേജസിനും ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഗ്രാമറിൻ്റെതായ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് റൂൾസ് എല്ലാം വളരെ കോമൺ ആയ ലാംഗ്വേജ് റൂൾസാണ് എല്ലാ ഭാഷയ്ക്കും ഉള്ളത് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഡീപ്പായ ഈ ലാംഗ്വേജിൻ്റെ ഫൗണ്ടേഷണൽ സ്ട്രക്ചർ സിമിലർ ആണ് എല്ലാ ഭാഷയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇൻസ്റ്റിങ്ക്റ്റീവായി കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഡീപ്പറായ ഗ്രാമാറ്റിക്കൽ റൂൾസ് എല്ലാം ഫോർമൽ ഇൻസ്ട്രക്ഷന് മുമ്പ് തന്നെ, നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ഇൻസ്റ്റിങ്ക്റ്റീവായി ലാംഗ്വേജ് റൂൾസ് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ സോ ഒരു നാച്ചുറലായൊരു ഇൻറ്റേർണൽ സിസ്റ്റം അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നൗ ഓഫ് കോഴ്സ് അത് സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ റോൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രിറ്റിസിസമായി, നേറ്റീവിസ്റ്റ് തിയറിയുടെ ക്രിറ്റിസിസമായി ക്രിറ്റിക്സ് എടുത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കൊഗ്നിറ്റീവ് തിയറി, പിയാഷെയുടെ കൊഗ്നിറ്റീവ് തിയറി. പിയാഷെ പറയുന്നത് ചിൽഡ്രൻ ആർ ആക്റ്റീവ് ലേണേഴ്സ് എന്നാണ്. കുട്ടികൾ ആക്റ്റീവ് ലേണേഴ്സാണ്. they can build knowledge or they can understand knowledge through interaction with their environment because children are active learners എന്നാണ് പിയാഷെ കോഗ്നിറ്റീവ് തിയറിയിലൂടെ പറയുന്നത്. അദ്ദേഹം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് 4 സ്റ്റേജസിലൂടെയാണ്, 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് അദ്ദേഹം സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിൽ സെൻസസിലൂടെയും ആക്ഷൻസിലൂടെയും എല്ലാമാണ് ലാംഗ്വേജ് ലേണിംഗ് പോസിബിൾ ആകുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമിയൻസ് എന്ന് പറയും. നൗ ഒബ്ജക്റ്റ് പെർമിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കാഴ്ചയിൽ കാണുന്നില്ലെങ്കിലും ഒബ്ജക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന തോട്ട്, അതായത് ഒബ്ജക്റ്റിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ദെൻ റിയലൈസിങ് ദാറ്റ് ആക്ഷൻസ് ക്യാൻ പ്രൊഡ്യൂസ് ഔട്ട്കംസ്, നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റേതായ ഔട്ട്കംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മോട്ടോർ കോർഡിനേഷനും നടക്കുന്നു, അതായത് ക്രൗൾ ചെയ്യുന്നു, ഗ്രാസ്പ് ചെയ്യുന്നു, അവർ ഫിസിക്കലി അവരെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അതല്ലേ. സോ ഒബ്ജക്റ്റ് പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ടോയ് ഡ്രോപ്പ് ചെയ്യുന്നു, കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോൾ അത് ടേബിളിൻ്റെ താഴെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിൻ്റെ താഴെ അത് സെർച്ച് ചെയ്യുന്നു, കാരണം അത് ഉണ്ട്, എക്സിസ്റ്റ്, കയ്യിൽ നിന്ന് താഴെ വീണാലും ഔട്ട് ഓഫ് സൈറ്റ് ആണെങ്കിലും ആ ഒബ്ജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു തോട്ട് അവർക്ക് വരുന്നു. ഇതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഈസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. സോ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണെങ്കിൽ കുട്ടികൾ സിമ്പിൾസ് യൂസ് ചെയ്യുന്നു. സിമ്പിൾസ് ഉദ്ദേശിക്കുന്നത് വാക്കുകളും വേർഡ്സും ഇമേജസും യൂസ് ചെയ്യുന്നു. പക്ഷേ ലോജിക് യൂസ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ സമയത്ത് നമുക്ക് ഈഗോസെൻട്രിസം വരും, അതായത് മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണാൻ അവർക്ക് കഴിഞ്ഞു എന്ന് ഡിഫിക്കൽട്ടായിരിക്കും. സെൽഫ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കുട്ടികൾ. അതുമാത്രമല്ല സിംബോളിക്കായി പ്ലേ, അത് മീൻസ് ഒരു സ്റ്റിക്ക് ഓർ ഒരു ബോക്സിന് സ്പേസ് ഷിപ്പാണെന്ന് പറയും, ആ തരത്തിൽ സ്റ്റിക്കിന് സ്വാഡാണെന്ന് പറയും, അല്ല ആ തരത്തിലുള്ള പ്ലേസ് ആയിരിക്കും അവർ ഇൻവോൾവ് ചെയ്യുക. മാത്രമല്ല ആനിമിസം, അതായത് ഇന്നേനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഫീലിങ്സ് ഉണ്ട്, ഒബ്ജക്ട്സിന് ഫീലിങ്സ് അവർ ആട്രിബ്യൂട്ട് ചെയ്യും. റൈറ്റ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ് പിയാഷെയുടെ. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടത്തെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്.
ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ലോജിക്കൽ തിങ്കിങ്, കോൺക്രീറ്റ് ആയ ടാഞ്ചിബിളായ തിങ്സിനെ കുറിച്ചുള്ള ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള കോഗ്നിറ്റീവ് സ്കിൽസാണ് ഡെവലപ്പ് ആവുന്നത്? കൺസർവേഷൻ, ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ. കൺസർവേഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ക്വാണ്ടിറ്റി ഡസൻ ചേഞ്ച് ഡിസ്പൈറ്റ് അപ്പിയറൻസ്. ഒരു വെള്ളം ഡിഫറെൻ്റ് ആയ ഗ്ലാസ്സസിൽ, ഒരു നീളമുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചാലും പരന്ന ഗ്ലാസ്സിൽ ഒഴിച്ചാലും കണ്ടു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിക്ക് ഡിഫറൻസ് ഉണ്ട് എന്ന് തോന്നും, പക്ഷേ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുന്നില്ല. ആ തരത്തിൽ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നു. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, അതായത് ഒബ്ജക്റ്റിനെ അവയുടെ കളറും ഷേപ്പും അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുക, ആ തരത്തിൽ ഗ്രൂപ്പ് ചെയ്യുക, അതിനെല്ലാം പഠിക്കുന്നു. സീരിയേഷൻ, അതായത് ഓർഡറിങ് ഐറ്റംസ് ബൈ സൈസ്, നമ്പർ ആൻഡ് സോ. ഇതെല്ലാം പഠിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. നൗ 12 വയസ്സ് മുതൽ ഉള്ള കാലഘട്ടത്തെയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അബ്സ്ട്രാക്റ്റ് ആയ തിങ്കിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്, സിസ്റ്റമാറ്റിക് തിങ്കിങ് എല്ലാം എമർജ് ചെയ്യുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു പെർട്ടിക്കുലർ നമുക്ക് കാര്യങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാനോ, ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ് ഡിഡക്റ്റീവ്. ആ തരത്തിൽ റീസണിങ് ചെയ്യുന്നതിനാണ്, ജനറൽ ഐഡിയാസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ തിയറിയിലേക്ക്, അസംഷനിലേക്ക് എത്തിച്ചേരുന്നതിനാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ പ്രോബ്ലംസ് ലോജിക്കിലൂടെയും ജനറൽ പ്രിൻസിപ്പിൾസിലൂടെയും സോൾവ് ചെയ്യാനുള്ള ഡിഡക്റ്റീവ് റീസണിങ് കപ്പാസിറ്റി, എബിലിറ്റീസ് ഡെവലപ്ഡ് ആവുന്നു. ഹൈപ്പോത്തറ്റിക് ആയ തിങ്കിങ് വരുന്നു, അതായത് വാട്ട് ഇഫ് എന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും എല്ലാം ഉള്ള കഴിവ് അവർക്ക് വരുന്നു. മാത്രമല്ല എത്തിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് മോറൽ റീസണിങ് അവർക്ക് പോസിബിൾ ആകുന്നു. ഓക്കെ, സോ ഇതെല്ലാമാണ് ജീൻ പിയാഷെയുടെ 4 സ്റ്റേജസ്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് കോൺസെപ്റ്റുകളിൽ 1-2 കോൺസെപ്റ്റുകളുണ്ട്. അതാണ് സ്കീമാസ്, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ. സോ സ്കീമ മീൻസ് മെൻ്റൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു ഓർഗനൈസ് നോളജ് എന്നാണ് പറയുക. സ്കീമാസ് ആർ മെൻ്റൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു ഓർഗനൈസ് നോളജ്. ഓരോ ആളുകളും ഡിഫറെൻ്റ് ആയ രീതിയിലായിരിക്കും പല കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, കാരണം അവരുടെ മെൻ്റൽ സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, സ്കീമാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കടൽ തീരം കാണുമ്പോൾ ആർട്ടിസ്റ്റിക് ആയ ഒരാൾ, കവിയോ അത് തരത്തിലുള്ള ഒരാൾ അതിനെക്കുറിച്ച് അതിൻ്റെ നേച്ചറിൻ്റെ ബ്യൂട്ടി എസ്തറ്റിക് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കവിത എഴുതാനുള്ളൊരു സ്റ്റെപ്പ് എന്ന രീതിയിലായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്. അതേസമയം ഒരു എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ് അവിടെ വരുന്നതെങ്കിലോ അവിടെ ഏത് തരത്തിലുള്ള റിസോർട്ടുകൾ പണിയാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നോക്കിക്കാണുന്നത്. സോ ആളുകൾ നോക്കിക്കാണുന്ന രീതി. അതേസമയം കുട്ടികളാണ് വരുന്നതെങ്കിലോ ആ ഷോറിൽ എങ്ങനെ കളിക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും, അല്ലേ, മണൽ കൊണ്ട് എങ്ങനെ, ആ തരത്തിലായിരിക്കും ചിന്തിക്കുന്നത്. സോ മെൻ്റൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു ഓർഗനൈസ് നോളജിനെയാണ് സ്കീമാസ് എന്ന് പറയുന്നത്. അസിമിലേഷൻ മീൻസ് ഇൻ്റഗ്രേറ്റിംഗ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ടു എക്സിസ്റ്റിംഗ് സ്കീമാസ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സ്കീമാസിലേക്ക് പുതിയ നോളജിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് സ്കീമ മീൻസ് അസിമിലേഷൻ എന്ന് പറയുന്നത്. So schemas is a structured concepts that guides how we perceive and respond to the world. That means നമ്മൾ ലോകത്തിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്, അതിനെ ആ മെൻ്റൽ സ്ട്രക്ചേഴ്സിനെയാണ്, അത്തരം സ്കീമാസിലേക്ക് ആണ് പുതിയ ഇൻഫോർമേഷൻസ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ, അസിമിലേഷനിലൂടെ. ഇനി നെക്സ്റ്റ് ഈസ് അസിമിലേഷൻ, സ്കീമ, ദെൻ അക്കോമഡേഷൻ. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മെൻ്റൽ സ്ട്രക്ചേഴ്സിനെ പുതിയ ഇൻഫർമേഷൻ ഫിറ്റ് ചെയ്യുന്നതില്ലെങ്കിൽ മോഡിഫൈ ചെയ്യാം. ആ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇക്വിലിബ്രേഷൻ മീൻസ് അസിമിലേഷനും അക്കോമഡേഷനും തമ്മിലൊരു ബാലൻസ് വേണം, എന്നാലേ സ്റ്റേബിളായ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആവുന്നു. അതിനെയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. സ്കീമയെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം ജസ്റ്റ് ഫോർ ദ കൺവീനിയൻസ് ഓഫ് സ്റ്റഡി, മനസ്സിലാക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയാണ് പറഞ്ഞത്. സോ സ്കീമ എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു ഓർഗനൈസ് നോളജ് ആണ്. അതിലേക്ക് പുതിയ ഇൻഫർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. സ്കീമാസിനെ മോഡിഫൈ ചെയ്യുന്നു, പുതിയ ഇൻഫർമേഷൻ ഫിറ്റ് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യുന്നതിന് അക്കോമഡേഷൻ എന്നും. ഈ ഒരു അസിമിലേഷനും അക്കോമഡേഷനും ബാലൻസ് ചെയ്താലേ സ്റ്റേബിളായ അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആവുന്നു. ആ ഒരു സ്റ്റേജിനെയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറി ബൈ വൈഗോട്സ്കി ആസ് വെൽ എസ് ബ്രൂണർ. സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറി ആയി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫിഗറാണ് വൈഗോട്സ്കി. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് ബ്രൂണർ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിങ്, ഇതെല്ലാം
ഓഫ് കോഴ്സ് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് വൈഗോട്സ്കിയുടെ തിയറീസ് ആണ്. ലേറ്റർ ഈ സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്രൂണറാണ് എന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറി പറയുന്നത് ലാംഗ്വേജ് മീനിങ് ആയ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ്. എസ്പെഷ്യലി ഇൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് മോർ ലിംഗ്വിസ്റ്റിക്കലി എക്സ്പീരിയൻസ്ഡ് ഇൻഡിവിജ്വൽ. കുട്ടികളും അതുപോലെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ആളുകളും തമ്മിലുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നത് എന്നാണ് പറയുന്നത്. സോ കോർ പ്രിൻസിപ്പിൾ എന്താണ്? വൈഗോട്സ്കിയുടെ തന്നെയാണ് കോർ പ്രിൻസിപ്പിൾസ്. അതായത് ലാംഗ്വേജ് എമർജസ് ഫ്രം സോഷ്യൽ ഇൻട്രാക്ഷൻ. ലാംഗ്വേജ് ഒരു ഐസൊലേഷനിലല്ല കുട്ടി ഭാഷ പഠിച്ചെടുക്കുന്നത്, പക്ഷേ സംഭാഷണങ്ങളിലൂടെയും കോൺവെർസേഷൻസിലൂടെയും കെയർ ഗിവേഴ്സും അതുപോലെ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ പാരൻസുമായിട്ടുള്ള അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്, അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് ലാംഗ്വേജ് എമർജ് ചെയ്യുന്നത്, അവർ ഭാഷ പഠിച്ചെടുക്കുന്നത്, അക്വയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Then zone of proximal development, ZDP. Learning happens best when children are guided just beyond their current abilities by a more knowledgeable other, like a parent or teacher. A zone of proximal development or ZDP means ZDP നമുക്കൊരു ഗ്യാപ്പായി കൺസിഡർ ചെയ്യാം. എന്താണ് ഗ്യാപ്പ്? എ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ക്യാൻ ഡു എലോൺ ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് ഗൈഡൻസ്. അല്ലേ, ഒരു ലേണർക്ക് ഒറ്റയ്ക്ക് എത്രത്തോളം ലാംഗ്വേജ് അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ ലേൺ ചെയ്യാനോ കഴിയും എന്നതും, അതുപോലെ എന്നാൽ ഗൈഡൻസ്, ഈ ഒരു ലേണർക്ക് തന്നെ ഗൈഡൻസ് കൊടുത്ത് അല്ലെങ്കിൽ പ്രോപ്പറായ ഗൈഡൻസ് കൊടുത്ത് എന്ത് സംഭവിക്കുക, കുറച്ചുകൂടെ മെച്ചപ്പെടാൻ സാധിക്കും, അവരുടെ സ്റ്റഡീസ് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ. സോ അതിനാണ് ഈ ഒരു ഗ്യാപ്പിനെയാണ് ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ക്യാൻ ഡു എലോൺ ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു വിത്ത് ഗൈഡൻസ്. ആ ഒരു ഗ്യാപ്പിനെ, ആ ഒരു സോണിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആർക്കാണ് ഈ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുന്നത്? മോർ നോളജബിൾ അതർ, MKO മീൻസ് മോർ നോളജബിൾ അതർ. ചൈൽഡിനേക്കാൾ ബെറ്ററായ സബ്ജക്റ്റ് എക്സ്പേർട്സിനോ അല്ലെങ്കിൽ ബെറ്ററായ നോളജുള്ള ആളുകൾക്കാണ് ഈ ഒരു ലേണർക്ക് ലേണിങ്ങിൽ പ്രോഗ്രസ് കൊണ്ടുവരാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. എന്നാൽ സ്കഫോൾഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കഫോൾഡിംഗ് മീൻസ് എ ടെമ്പററി സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ MKO or more knowledgeable others to help learner master new skill. സ്കഫോൾഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡൽസിന് അവരുടെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അവരുടെ ചിൽഡ്രൻ്റെ ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് അഡൽസിന് അറിയാം, അല്ലെങ്കിൽ കൂടുതൽ നോളജുള്ള അഡൽസിന് അറിയാം, മോർ നോളജബിൾ അതറിന് അറിയാം സ്റ്റുഡൻറ്റ് എവിടെ നിൽക്കുന്നു. സോ ഒരു ടെമ്പററി സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ, കോമ്പീറ്റൻ്റ് ആവാൻ വേണ്ടി, ചിൽഡ്രൻ കുറച്ചുകൂടെ കോമ്പീറ്റൻ്റ് ആവാൻ വേണ്ടി. ആ ഒരു സപ്പോർട്ടിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ZPD ഓർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഒരു ലേണറിന് ഒറ്റയ്ക്ക് എലോൺ എന്ത് ചെയ്യാൻ കഴിയും എന്നതും, അതുപോലെ വാട്ട് ദേ ക്യാൻ ഡു എലോൺ, അതുപോലെ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലേണറിൽ എത്ര പെർഫോം ചെയ്യാൻ കഴിയും, അത് തമ്മിലുള്ള ആ സോൺ, ആ ഒരു ഗ്യാപ്പിനെയാണ് ZDP ഓർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു തിയറിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ കൊളാബറേഷൻ ഓർ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന കോൺസെപ്റ്റ് തന്നെയാണ്. സോ ഹിയർ ഈസ് സ്റ്റീഫൻ ക്രേഷൻസ് സെക്കൻഡ് ലാംഗ്വേജ് അക്യൂസിഷൻ തിയറി. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് അക്യൂസിഷൻ തിയറി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു തിയറിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫ്രെയിംവർക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ലാംഗ്വേജ് അക്യൂസിഷൻ ഓർ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 interrelated hypotheses. ഹൈപ്പോത്തസിസ് നമുക്കറിയാം, ഇറ്റ്സ് എ ടെനറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ്, or a logical guess എന്ന് പറയാം അല്ലേ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 interrelated hypotheses, 5. So each explaining a different aspect of how people acquire a second language, especially in natural environments. So second language എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്, പീപ്പിൾ അക്വയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ഇൻ്റർറിലേറ്റഡ് ആയ ഹൈപ്പോത്തിസിസ് ആണ് സ്റ്റീഫൻ ക്രൈഷിൻ്റേതായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഹൈപ്പോത്തിസിസ് ഈസ് ലാംഗ്വേജ് ലേണിംഗ് എ ഹൈപ്പോത്തിസിസ്. അക്യൂസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്. അക്യൂസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്. ഇവിടെ നമുക്ക് 2 ടേംസ് കാണാം, അക്യൂസിഷൻ ലേണിംഗ് അല്ലേ, അക്യൂസിഷൻ ലേണിംഗ്. സോ അക്യൂസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു, അത് സബ് കോൺഷ്യസ് പ്രോസസ്സാണ്. അതായത് ഫസ്റ്റ് ലാംഗ്വേജ് സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നത്, മീനിങ് ഫുള്ളായ ഇൻട്രാക്ഷൻസിലൂടെ പിക്കപ്പ് ചെയ്യുന്നു. വളരെ നാച്ചുറലായി സ്വാഭാവികമായിട്ടാണ് അവർ അവരുടെ മാതൃഭാഷ പിക്കപ്പ് ചെയ്യുന്നത് അല്ലേ. എന്നാൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺഷ്യസ് ആയ പ്രോസസ്സാണ്. അതായത് അതിൽ ഫോർമൽ ആയ ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്, ഗ്രാമാറ്റിക്കൽ റൂൾസ് പഠിക്കണം അല്ലേ. ആ തരത്തിലുള്ള വളരെ കോൺഷ്യസ് ആയി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് ലാംഗ്വേജ് ലേണിങ്ങിനേക്കാൾ
കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഓർ ഫ്ലുവൻസി വരുന്നത്, കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കണമെങ്കിൽ ഏറ്റവും നല്ല അക്യൂസിഷൻ ആണ് എന്നാണ് പറയുന്നത്. സോ ലാംഗ്വേജ് അക്യൂസിഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്ലുവൻസി ദാൻ ലേണിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുകയും ചെന്ന് ആ ഒരു ഇമേഴ്സീവ് എൻവയോൺമെൻറ്റിലേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ഈസ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. So the learned system acts as a monitor, editing or correcting language output. That means in monitor hypothesis, it helps users what you have learned to correct what you have acquired. എന്താണ് ലേൺ ചെയ്തത് എന്നതിന് നമ്മൾ അക്വയർ ചെയ്യുന്നത് ഇൻഫോർമലാണ്, വളരെ നാച്ചുറൽ പ്രോസസ്സാണ്. അവിടെ എന്തെങ്കിലും അക്വയർ ചെയ്ത ലാംഗ്വേജിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് കറക്റ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് ലേണിങ്ങിലൂടെയാണ്, അതായത് ഫോർമൽ ഇൻസ്ട്രക്ഷനിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്നത് വഴിയാണ്. ദാറ്റ് മീൻസ് ലേണിംഗ് ആക്ട് ആസ് എ മോണിറ്റർ ടു വാട്ട് വി ഹാവ് അക്വയർഡ്. അതാണ് മോണിറ്റർ ഹൈപ്പോത്തസിസ്. So monitor conditions for using monitor is like you must know the rule or you must have time to apply the rule, right? You must be focused on form, not meaning. You must particularly focus on form എന്നാണ് പറയുന്നത്. Now types of users, over users are there, അതായത് കോൺസ്റ്റൻ്റ്ലി സെൽഫ് കറക്ഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അണ്ടർ യൂസേഴ്സ് ആർ there, that means they rarely monitor, they make frequent errors, right? Optimal users are also there, that means use it when it is appropriate, like ഒരു ഫോമൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ഒരു ഫോമൽ റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ യൂസ് ചെയ്യുന്ന ആളുകളുമുണ്ട്, റൈറ്റ്? സോ that is monitor hypothesis. Now, so how overuse can hinder fluency, underuse may lead to errors എന്നാണ് പറയുന്നത്. Now next is natural order hypothesis. That means language structures are acquired in a predictable sequence regardless of teaching order. So language structures are acquired in a predictable sequence regardless of teaching order. Teaching order വഴിയല്ല, പക്ഷേ പ്രെഡിക്റ്റബിൾ ആയൊരു സീക്വൻസ് നമുക്കറിയാം. നാച്ചുറലായി നമ്മൾ ഭാഷ പഠിക്കുമ്പോൾ അതിനൊരു നാച്ചുറൽ ഓർഡർ വരുന്നു, അല്ലേ? പ്രെഡിക്റ്റബിൾ സീക്വൻസ് വരുന്നു. സേ ഫോർ എക്സാമ്പിൾ തേർഡ് പേഴ്സൻ്റെ കൂടെ തേർഡ് പേഴ്സൺ ഓർ കൂടെ എസ് ചേർക്കണം, പ്ലൂറൽ ഫോമിന് വേണ്ടി എസ് ചേർക്കണം നൗണിന്. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലൂറൽ ഫോം ആക്കാൻ വേണ്ടി നൗണിൻ്റെ കൂടെ ഓർ പ്ലൂറൽ ഫോം ആക്കുന്നതിന് വേണ്ടി നമ്മൾ എസ് ആഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള റൂൾസ് ഉണ്ടല്ലോ. ഈ റൂൾസ് എല്ലാം ലേണേഴ്സ് ഓഫൻ അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ലാംഗ്വേജ് ഗ്രാമർ ഫോർമലായി പഠിച്ചിട്ടല്ല. ടീച്ചിങ് ഓഫ് ഗ്രാമർ ഔട്ട് ഓഫ് ഓർഡർ വോണ്ട് സ്പീഡ് ഓഫ് അക്യൂസിഷൻ. ദാറ്റ് മീൻസ് ഈ ഒരു നാച്ചുറൽ സ്ട്രക്ചേഴ്സ് ആർ അക്വേർഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ സീക്വൻസ് റിഗാർഡ്ലെസ് ഓഫ് ടീച്ചിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഈസ് അക്വേർഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ ഓർഡർ എന്നാണ് പറയുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ, ഒരു ഭാഷ നമ്മൾ അക്വയർ ചെയ്യുന്നത് ഇമേഴ്സീവായ ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിറ്റിയിൽ താമസിക്കുമ്പോൾ നമ്മൾ അക്വയർ ചെയ്യുന്നതിന് ഒരു പ്രെഡിക്റ്റബിൾ സീക്വൻസ് നാച്ചുറലി വരുന്നു, അല്ലേ? അത് കറക്റ്റായി തന്നെ നമ്മൾ ഭാഷയിൽ ഗ്രാമർ എല്ലാം കറക്റ്റായി തന്നെ പ്രയോഗിച്ച് പറയുന്നു. അത് പഠിച്ചെടുത്ത ഒരു ഓർഡർ വെച്ചിട്ടല്ല. അതാണ് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. വി അക്വയർ ലാംഗ്വേജ് വെൻ വി അണ്ടർസ്റ്റാൻഡ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് ഈസ് ദ കീ ഓർ ലാംഗ്വേജ് ദാറ്റ്സ് ജസ്റ്റ് ബിയോണ്ട് അവർ കറൻറ്റ് ലെവൽ. I stands for current level, +1 stands for slightly more advanced input. I or input in I ആണ്, I plus input plus 1. ഓക്കെ, കറൻറ്റ് ലെവൽ പ്ലസ് സ്ലൈറ്റ്ലി മോർ അഡ്വാൻസ്ഡ് ഇൻപുട്ട് എന്നാണ് അവിടെ പാരന്തസിസ് ബ്രാക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ദാറ്റ് മീൻസ് കോംപ്രിഹെൻസിബിൾ ആയ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് അക്യൂസിഷൻ ബെറ്റർ ആവുന്നത് എന്നാണ് പറയുന്നത്. കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് ദാറ്റ് ഈസ് ജസ്റ്റ് ബിയോണ്ട് അവർ കറൻറ്റ് ലെവൽ. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകുന്നു ദ ക്യാറ്റ് ഈസ് ഓൺ ദ മാറ്റ്, ദാറ്റ് ഈസ് ഐ ഇൻപുട്ട്, അതാണ് ഇൻപുട്ട്. +1 ആണെങ്കിലോ the black cat is sleeping on the mat. Okay, the black cat is, that is I +1. Black cat is sleeping on the mat. കോംപ്രിഹെൻസീവ് സമഗ്രമായ ആ ഒരു വിവരം ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് കിട്ടുന്നു, അല്ലേ? സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, മീനിങ് ആയിരിക്കണം, ജസ്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയാൽ മാത്രം പോരാ. ഓക്കെ, നൗ ഫിഫ്ത്ത് വൺ ഈസ് affective filter hypothesis. So affective filter hypothesis stands for motivation, anxiety and self-confidence that affect learning. അതായത് ഇമോഷണലായ ഫാക്ടേഴ്സ്
ഇന് ലാംഗ്വേജ് അക്യൂസിഷനെ എഫക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ലൈക്ക് മോട്ടിവേഷൻ, ആൻസൈറ്റി ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ദീസ് ആർ ഇമോഷണൽ ഫാക്ടേഴ്സ്. ദീസ് ഇമോഷണൽ ഫാക്ടേഴ്സ് ക്യാൻ എഫക്റ്റ് ഹൗ വെൽ വി അക്വയർ ലാംഗ്വേജ്. ദാറ്റ് മീൻസ് റിലാക്സ്ഡ്, മോട്ടിവേറ്റഡ്, കോൺഫിഡൻറ്റ്. ഈ ഒരു ഇമോഷണൽ ഫാക്ടറാണ് പ്രൊമിനൻ്റ് എങ്കിൽ അതിനെയാണ് ലോ എഫക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബെറ്റർ അക്യൂസിഷൻ പോസിബിൾ ആണ്. ഇഫ് യു ആർ ഇൻ എ റിലാക്സ്ഡ്, മോട്ടിവേറ്റഡ് ആൻഡ് കോൺഫിഡൻറ്റ് മെൻ്റൽ പ്ലാറ്റ്ഫോം, ഇഫ് യു ആർ സ്റ്റാൻഡിങ് ദെയർ, ദെൻ അതിനെയാണ് ഒരു ലോ എഫക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്നത്, വിച്ച് ഹെൽപ്സ് ഇൻ ദ ബെറ്റർ അക്യൂസിഷൻ. ഇനി ഹൈ എഫക്റ്റീവ് ഫിൽറ്റർ ഏതൊക്കെയാണ്? സ്ട്രെസ്ഡ്, ആൻഷ്യസ്, അൺമോട്ടിവേറ്റഡ്, അങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷണൽ ഫാക്ടേഴ്സ് എങ്കിലോ ഇറ്റ് ബ്ലോക്സ് ഇൻപുട്ട്, അല്ലേ? അക്യൂസിഷനെ ബ്ലോക്ക് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിന് അറിയാം, ലാംഗ്വേജ് അറിയാം, പക്ഷേ മിസ്റ്റേക്സ് വരുമോ എന്ന് ഉള്ള ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ട്, അൺമോട്ടിവേറ്റഡ് ആണ് എങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കും? പെർഫെക്റ്റ് ആണെങ്കിലും കറക്റ്റ് ഇൻപുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. സോ എഫക്റ്റീവ് ഫിൽറ്റർ എൻവയോൺമെൻറ്റ് മീൻസ് ഇമോഷണൽ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ലാംഗ്വേജ് അക്യൂസിഷന്, ലൈക്ക് മോട്ടിവേഷൻ, ആൻസൈറ്റി, സെൽഫ് കോൺഫിഡൻസ്. എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടീവായ സ്ട്രെസ് ഫ്രീ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിങ്ങിൽ ക്രൂഷ്യൽ ആണ് എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So these are all about Stephen Krashen's second language acquisition theory. So hope it is clear for you. Now, so we have seen a few theories related to language acquisition as well as language learning. So theories of language acquisition and language learning തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ സംസാരിച്ചു. Language acquisition and language learning are two different processes related to how people develop their language skills. Language acquisition is a natural process and it occurs in real life situation and it focuses on communication rather than grammar rules. Now error correction is minimal because learners gradually improve through exposure. When you come to language learning, you can see that language learning is a conscious process. It happens in a structured environment like classrooms with textbooks and grammar exercises. Its focus is on rules, grammar and vocabulary. Now what about error correction? Error correction is regular and intentional. Now, so theories related to language acquisition we discussed are nativist theory by Noam Chomsky, where he proposes language acquisition device or LAD, where children are born with an innate ability to acquire language. And he also discussed about universal grammar, which is embedded within human brain. Then behaviorist theory by B.F. Skinner, where he says that language is learned through imitation, reinforcement and conditioning. Now we have also discussed about cognitive theory by Jean Piaget, where language development is a part of overall cognitive development. He says language is acquired as children mature and interact with their environment. Then we studied about social interactionist theory of Vygotsky. Lev Vygotsky. Brunner is also there who expanded the theory. Now, it emphasizes on social interaction and cultural context, and language is learned through dialogue and scaffolding by adults. Vygotsky also introduced ZPD or zone of proximal development. We have discussed about this concept. ഇനി കണക്ഷനിസ്റ്റ് തിയറി എന്നൊരു തിയറി ഉണ്ട്. അവിടെ ഇറ്റ് ഫോക്കസസ് ഓൺ ഹൗ ലാംഗ്വേജ് ഈസ് അക്വേർഡ് ത്രൂ പാറ്റേൺസ് ആൻഡ് ന്യൂറൽ കണക്ഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ലാംഗ്വേജ് ലേണിങ്ങിനെ ഒരു ഫോമിംഗ് ഓഫ് അസോസിയേഷൻസ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് മീനിങ്, അങ്ങനെയാണ് കണക്റ്റിവിസ്റ്റ് തിയറിസ്റ്റുകൾ കാണുന്നത്. ലാംഗ്വേജ് ലേണിംഗ്, എസ്പെഷ്യലി സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ് ക്രാഷിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് തിയറി, സ്റ്റീഫൻ ക്രാഷിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് തിയറി. അവിടെ നമ്മൾ 5 ഹൈപ്പോത്തസിസ് കണ്ടു. അക്യൂസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസിൽ അക്യൂസിഷൻ ഈസ് സബ് കോൺഷ്യസ്, ലേണിംഗ് ഈസ് കോൺഷ്യസ് എന്നൊരു കോൺസെപ്റ്റ് ഓർക്കുക. മോണിറ്റർ ഹൈപ്പോത്തസിസ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ആക്ട് ആസ് എ മോണിറ്റർ ടു വാട്ട് വി ഹാവ് അക്വയർഡ്. നൗ ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, that is comprehensible input is the key factor here. In affective filter hypothesis, it says that motivation, anxiety and self-confidence can affect learning. Now natural order hypothesis, where language is acquired in a predictable order. Now communicative language teaching, അതുപോലെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, അക്യുൾട്രേഷൻ മോഡൽ, ഇൻ്റർ ലാംഗ്വേജ് തിയറി, ഇത്തരം തിയറീസ് വരുന്നുണ്ടെങ്കിലും മേജറായ ലേണിംഗ് തിയറീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിക്കേറ്റീവ് CLT കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് എംഫസൈസസ് യൂസിങ്
language to communicate meaningfully, right? Focus on fluency and accuracy. Constructivist theory means learners construct knowledge through experience. ഇവിടെയും സ്കഫോൾഡിങ്ങും കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെയും സ്കഫോൾഡിങ്ങും ഇൻട്രാക്ഷനുമാണ് ലാംഗ്വേജ് ലേണിങ്ങിനെ സഹായിക്കുന്നത് എന്ന് പറയുന്നത്. അക്യുട്രേഷൻ മോഡൽ ആണെങ്കിൽ ജോൺ ഷ്യൂമാൻസ് മോഡൽ അവിടെ പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിഗ്രി ഓഫ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻറ്റഗ്രേഷൻ ടു ടാർഗറ്റ് ലാംഗ്വേജ് കമ്മ്യൂണിറ്റി. അതായത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻറ്റഗ്രേഷൻ ആണ് ലാംഗ്വേജ് ലേണിങ്ങിന് സഹായിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഇൻ്റർ ലാംഗ്വേജ് തിയറി ഉണ്ട്, ലാരി സെലിൻകേഴ്സ്. അവിടെ പറയുന്നത് ലേണിംഗ് ക്രിയേറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ദാറ്റ് ഇൻവോൾവ്സ് ഓവർ ടൈം. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് ദ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ടാർഗറ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജിൻ്റെയും ടാർഗറ്റ് ലാംഗ്വേജിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് ലിംഗ്വിസ്റ്റിക് സിസ്റ്റം ലേണേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഓവർ ടൈം കാലാന്തരത്തിലാണ് അത് ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് ഈ ഇൻ്റർ ലാംഗ്വേജ് തിയറി, ലാരി സെലിൻകറിൻ്റെ ഇൻ്റർ ലാംഗ്വേജ് തിയറി പറയുന്നത്. ദെൻ ഫൈനലി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് തിയറി. സോ ദീസ് ആർ ഓൾ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് theories related to language learning and acquisition. So hope these classes are clear for you. Thanks for listening.